മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ ഉണ്ടായ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് തേവലക്കര കൊല്ലത്ത്. ഹലോ മിനിസ്റ്റർ, കേൾക്കാമെങ്കിൽ തേവലക്കരയിൽ സംഭവിച്ചത് എന്താണ് എന്ന് അങ്ങ് മനസ്സിലാക്കുന്നത്? ഞാൻ ടെലിവിഷനിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും കിട്ടിയ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS കൊല്ലത്തേക്ക് അയച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ ഉച്ചശേഷം അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും ദാരുണമായ മരണമാണ് ഉണ്ടായത്. വളരെ ദുഃഖകരമാണ്. പിന്നെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രാഥമികമായ റിപ്പോർട്ട് കിട്ടിയിട്ട് ആരഭാഗത്താണ് പിശക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും പിന്നെ അവർക്ക് നമ്മൾ ആവശ്യമായ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അതൊക്കെ റിപ്പോർട്ടൊന്ന് കിട്ടിക്കോട്ടെ. ഏറ്റവും ദുഃഖകരമായ സംഭവമാണല്ലോ, നമ്മുടെ കേരളത്തിന്റെ ഒരു പോനാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടത്. ഉറപ്പായും മിനിസ്റ്റർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ഒരു വൈദ്യുതി ലൈൻ ഒരു താൽക്കാലിക സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കടന്നു പോകുന്നു. ആരാണ് എന്റെ കുറ്റക്കാരനാണെന്ന് അറിയട്ടെ. നമ്മള് പിന്നെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. 14,000-ഓളം വരുന്ന സ്കൂളുകളുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്തും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ എന്താണ് ഉണ്ടായെന്ന് നോക്കട്ടെ. മിനിസ്റ്റർ, അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതല്ലേ വ്യക്തം? താങ്കൾ നൽകിയ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല എന്ന് വ്യക്തമല്ലേ? കിട്ടിക്കോട്ടെ. ഓക്കെ, ശരി മിനിസ്റ്റർ. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രതികരിച്ചത് ഇപ്പോൾ.